എന്താണ് സൂപ്പർ പടം കേട്ടോ, സൂപ്പർ പടം, സൂപ്പർ പടം. ഒന്നും പറയാം. മെസ്സേജ് ഭയങ്കര ഗംഭീരമായിട്ട്, പെർഫോമൻസും ഗംഭീരമായിരുന്നു. അല്ല, ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമായിരുന്നു. എന്താ പറയുക, നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം അത് സത്യമായി അത് ഹൈക്കോടതി നിന്നാണെങ്കിലും സുപ്രീം കോടതി നിന്നാണെങ്കിലും അനുകൂലം ചെയ്തിട്ടുണ്ട്. അപ്പം സന്തോഷം. എല്ലാവരും കാണുക, എല്ലാവരിലേക്കും അറിയിക്കുക. നിങ്ങൾ കണ്ണറിയുമ്പോൾ പ്രേക്ഷകർ അതുപോലെ കണ്ണറിയും. എന്താണ് ഇത് ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇങ്ങനെയുള്ള അല്ലെ ഈ ടോപ്പിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കുറേ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവർ കോടതി കയറി നടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യുന്നതാണ്. രണ്ട് പക്ഷം പറയുകയല്ല, ഉറപ്പായിട്ടും ഇവരെ പക്ഷെ നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ പറയും. പറയേണ്ടത് നിങ്ങളല്ലേ. ഇഷ്ടമാകുമ്പോൾ എന്തായാലും ഞാൻ പറയാറുണ്ട്. ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ. ആവശ്യം കഴിഞ്ഞ ഉടനെയാണ് ഇതിൽ സിനിമ വന്നത്. അത് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. സ്ത്രീക്കും പുരുഷനും ഒരേപോലെ രണ്ടുപേരുടെ വശങ്ങൾ നന്നായിട്ട് കേൾക്കുന്നു. പുരുഷൻ്റെ കുറച്ചും കൂടി അവർക്ക് പ്രശ്നങ്ങൾ ഇത്രയുമൊക്കെ ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു അത് എന്നുള്ളതും നമ്മൾ ഇത്രയ്ക്കൊന്നും ആലോചിക്കില്ലേ. ഇവിടെ ഇത് കണ്ടപ്പോഴാണ് കുറേ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് അറിയാനും പറ്റും. ഒരുപാട് സന്തോഷം. അതിന് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതും കൂടെ തന്നെ 9ാമത്തെ ബാലേന്ദ്ര ചുള്ളിക്കാട് സാറ് ഭയങ്കര കോമഡി ആയിരുന്നു. കൗണ്ടറോട് കൗണ്ടർ അതിൻ്റെ അടുത്തേക്ക് ചേച്ചി പിടിച്ചിരുന്നു. അല്ല, അദ്ദേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു എല്ലാത്തിനും കൗണ്ടർ. എല്ലാ സിനിമയിലും ഭർത്താക്കന്മാർ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ സീരിയസ് ആയ കോമഡിയാണ് ഭർത്താവ്. പറയുമ്പോൾ നമ്മൾ അറിയില്ലോ ശരിക്കും. അല്ലെ, നമുക്ക് ശരിക്കും പക്ഷേ അതിനെ കൗണ്ടർ ചെയ്ത് അത് റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളവരാണ് വളരെ കോമഡി ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷം. എല്ലാവരും ഫാമിലി എല്ലാവരും പോയി കാണുന്നു. ജഡ്ജിയുടെ ടൈമിംഗ് ഒക്കെ അപാരമായിരുന്നു. അടിപൊളി, നല്ല ടൈമിങ്. കൗണ്ടർ അടിക്കേണ്ട സമയത്ത് അടിച്ചു. ആണ് ചെറിയ വക്കീലാണ്. ഇപ്പോൾ എവിടെയാ ഹൈക്കോടതി വർക്ക് വക്കീലാണ്. നായികയായിട്ട് വന്ന് അരങ്ങേറ്റം കുറിയാക്കുവാണ്. എന്താണ് പറയാനുള്ളത്? ഇതുപോലെ നല്ലൊരു മൂവിയുടെ ഭാഗമാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ക്യാരക്ടറാണ് തന്നിട്ടുള്ളത്. ആസ്വദിക്കണം കൂടുതൽ പേരായി ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണല്ലോ വന്നേ. ഇപ്പോൾ അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. റിയൽ ലൈഫിൽ നമ്മളിപ്പോൾ ഇന്ന് അധികം മലയാള സിനിമകളും നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ സ്ക്രിപ്റ്റ്സൊക്കെ ഇപ്പോൾ അധികം വരുന്നത്. അപ്പോൾ ഉണ്ടാവണമല്ലോ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ മനുഷ്യന്മാർ എന്തായാലും ഉണ്ടാവും. നമ്മൾ പുരുഷന്മാരിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ. അതേപോലെ സ്ത്രീകളും ഉണ്ടാവും. അതുവരെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഫിലിമിലൂടെ വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഉണ്ടാവും, എല്ലാവർക്കിടയിലും ഇങ്ങനത്തെ ആളുകളുണ്ടാവും. താങ്ക് യു. പെണ്ണുങ്ങളുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ആ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ആദ്യ സിനിമയെത്തും. എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന കണ്ടിന്യൂസ് ഹിറ്റ് കൊടുത്തോണ്ടിരിക്കണം. എന്തായാലും നെക്സ്റ്റ് ഹിറ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ നോർമലി നടക്കുന്ന കാര്യം എല്ലാവർക്കും